രൂപ തട്ടാൻ റൊമാനിയൻ രീതിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എസ് ആദികേശവൻ, ഒറ്റ ദിവസത്തിന് ശേഷം വലിയ പുരോഗതിയാണ് അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ ATMകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിൽ പരിശോധന നടത്തിയപ്പോൾ വിവരങ്ങൾ ലഭിച്ചതാണ്. അപ്പോൾ ഒന്നാമത്തെ വീഴ്ച നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ? അതായത് ഈ ATMൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സർവൈലൻസാണ് ബാങ്കുകൾ സാധാരണ ഇതിൽ ചെയ്യുന്നത്. ഒന്ന്, ഈ സർവൈലൻസ് ഏജൻസികളെ ഈ കാര്യം ഏൽപ്പിക്കുക. അപ്പോൾ ഇലക്ട്രോണിക് സർവൈലൻസ് വഴി എന്തെങ്കിലും അസാധാരണമായ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു മോണിറ്ററിങ് നടക്കാറുണ്ട്. പക്ഷേ ഓൺ സൈറ്റ്, അതായത് ബ്രാഞ്ചിനോട് ചേർന്നിട്ടുള്ള ATMസിൽ ബാങ്കുകൾ സാധാരണ ഈ സർവൈലൻസ് ഏർപ്പെടുത്താറില്ല. കാരണം അതിൻ്റെ ഒരു മേൽനോട്ടം ബ്രാഞ്ചിൻ്റെ അടുത്തായതുകൊണ്ട് അതിൽ വേറെ പ്രത്യേകിച്ചുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു മേൽനോട്ടം വേണ്ട എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രോബബ്ലി നമ്മൾ ഈ ഓൺ സൈറ്റ് ATMs കൂടി ഈ സർവൈലൻസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓൺ സൈറ്റ് ATMs എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിനടുത്താണ്. അപ്പോൾ സാധാരണ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇതിൽ ഇങ്ങനത്തെ അസാധാരണമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ സർവൈലൻസും അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഗ്രഡേഷനും ഒക്കെ കുറച്ചധികം കോസ്റ്റ് വരുന്ന സംഗതികളാണ്. അപ്പോൾ ഈ കോസ്റ്റ് കൂടുമ്പോൾ പിന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലിലാണ്. അപ്പോൾ ചോദിച്ച് വരുന്നതിൻ്റെ സ്പിരിറ്റ് എനിക്ക് മനസ്സിലായി. അതായത് ഈ സർവൈലൻസ് നമ്മൾ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പോപ്പപ്പ് വളരെ നേരത്തെ തന്നെ ലഭിക്കുമായിരുന്നേനെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചുകൊണ്ട് ബാങ്കുകൾ മുന്നോട്ട് പോകും. ശ്രീ ടോമിൻ തച്ചങ്കരി, അങ്ങനെയെങ്കിൽ കൂടുതൽ ബിരുദന്മാരാണ് ഈ കവർച്ചക്കാർ എന്ന് കരുതേണ്ടി വരില്ലേ? ഏത് സ്ഥലത്താണോ ന്യൂനതയുള്ളത്, ഏത് സ്ഥലത്താണോ സൂക്ഷ്മമായ പരിശോധനയില്ലാത്തത്, അവിടം തന്നെ തിരഞ്ഞുപിടിക്കാൻ അത്രത്തോളം പ്രാദേശികമായ അറിവും എല്ലാം ഈ മൂന്നംഗ സംഘത്തിനുണ്ടായിരുന്നു എന്നപ്പോൾ കരുതേണ്ടി വരില്ലേ? അങ്ങനെയല്ല ഞാനിതിനെ കാണുന്നത്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഇത് വേൾഡ് ഓവർ ഇത് വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുള്ളത്. ഇതിനങ്ങനെ വലിയൊരു സർവൈലൻസോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ഒന്നും ആവശ്യമില്ല. ഇവിടെ നടന്നിരിക്കുന്നത് ഇവർ ഈ എക്യുപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് റൗട്ടറിലേക്ക്, അതായത് സ്വിച്ചറിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവൈസ് ഫിക്സ് ചെയ്തു. TP ലിങ്ക് മോഡം കം റിപ്പീറ്ററാണ് വെച്ചിരിക്കുന്നത്. അത് മാർക്കറ്റിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വയർലെസ് ഹോട്ട്സ്പോട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വയർലെസ് ഹോട്ട്സ്പോട്ടിൽ ഇവർ ചെയ്തത് ഈ മെഷീനിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡിവൈസ് വെച്ചു. അപ്പം ഇതിലേക്കുള്ള സകല ഡാറ്റയും മാഗ്നറ്റിക് ടേപ്പിൽ നിന്ന് പോകുന്ന ഡാറ്റ എല്ലാം ഒരു കോപ്പി ഡിവൈസ് അങ്ങ് എടുത്തു. അപ്പോൾ 2 ഐറ്റം മതി, ഒന്ന് കാർഡ് നമ്പർ, ഒന്ന് അയാളുടെ പേര്. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഈ സ്വിച്ചർ വഴി മുന്നോട്ട് പോയി. അടുത്ത് പിന്നെ ഇവർക്ക് വേണ്ടിയിരുന്നത് ഒരു പിൻ നമ്പറാണ്. ഈ പിൻ നമ്പർ ആ സമയത്ത് അടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ക്യാമറ വെച്ചു. ക്യാമറ ഈ ബോർഡിനെ നോക്കി നിന്നു. ഇവരടിക്കുമ്പം 4 നമ്പർ, ആ നമ്പർ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട്, അല്ല 5 നമ്പർ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റി. അത് പിറ്റേ ദിവസം ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പോലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊരു പ്രധാന കാരണം ചെറിയൊരു നിരീക്ഷണം ഈ പറയുന്ന ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ കസ്റ്റമറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടാകത്തില്ലായിരുന്നു. ഇതുപോലെ അനവധി സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് വഴി ആളുകൾ ഇതുപോലത്തെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ നടന്നിരിക്കുന്ന ഈ ഒഫൻസിൻ്റെ പേര് മിഡിൽമെൻ അറ്റാക്ക് എന്നാണ്. മിഡിൽമെൻ അറ്റാക്ക്. ഇതിനേക്കാളും കോമൺ ആയിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് സ്കിമ്മിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് കടത്തിക്കൊണ്ട് വിടുന്ന ആ ഭാഗത്ത് തന്നെ വേറൊരു ഡിവൈസ് വെക്കും. അതുപോലെ കട്ടത്തിരിക്കുന്ന അങ്ങനെ ഒരു തൊപ്പി പോലെ വെക്കാവുന്ന ഒരു സാധനമാണ്. കണ്ടാൽ ഒരുമിച്ചിരിക്കും. അപ്പോൾ ആദ്യം കാർഡ് ഇടുമ്പോൾ ആദ്യം ഈ ഡാറ്റ ഈ മുമ്പിലിരിക്കുന്ന ഡിവൈസ് എടുക്കും. അതിനുശേഷം കാർഡ് അകത്തേക്ക് പോകും. അവിടെ ഡാറ്റ എടുത്ത് പൈസ എടുത്തുകൊണ്ട് പോകാം. കുറച്ച് കഴിയുമ്പോൾ മുമ്പിലത്തെ ഡിവൈസ് എടുത്ത് മാറ്റിക്കിടുമ്പോൾ ഈ ഡാറ്റ മുഴുവനകത്ത് അവൈലബിൾ ആവും. പക്ഷേ ഇവിടെ ഉള്ളൊരു വ്യത്യാസം, ഇവിടെ ക്യാമറ ഇല്ല. ക്യാമറ ഇല്ലാത്തപ്പോൾ പിൻ നമ്പർ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിമ്മിങ് കൊണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റുന്നത് ഇത് വെച്ച് ഓൺലൈൻ പർച്ചേസുകൾ നടത്താം, അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുക്കാം. രണ്ടാമതായിട്ട് അവർ കാണിക്കുന്ന ഒരു വലിയൊരു പ്രത്യേകത ഈ ക്യാഷ് ട്രാപ്പിങ്ങും കാർഡ് ട്രാപ്പിങ്ങുമാണ്. അത് ക്യാഷ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ക്യാഷ് വീടുന്ന സമയത്ത് ആ ഭാഗത്തോട്ട് ഒരു പ്ലേറ്റ് പോലെ ഒരു ചെറിയ ഡിവൈസ് വെക്കും. അപ്പോൾ ക്യാഷ് വീഴുന്ന ഒച്ച കേൾക്കും, പക്ഷേ നോക്കുമ്പോൾ ക്യാഷ് വന്നിട്ടില്ല. അപ്പോൾ ഇവർ കുറച്ച് നേരം ശ്രമിച്ചിട്ട് ബാങ്കിലേക്ക് വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പുറകെ നിൽക്കുന്ന ആൾ വന്ന് ഈ പ്ലേറ്റ് എടുത്ത് മാറ്റി ക്യാഷ് എടുത്ത് പോകും.
ഇതുപോലെ തന്നെ ഈ കാർഡും ഇതുപോലെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാർഡ് അകത്തേക്ക് വിടുമ്പോൾ ആ ഭാഗത്തായിട്ട് ഒരു ഫിലിമൊക്കെ ഒട്ടിച്ച് വെച്ച് ഈ കാർഡ് അകത്ത് വിടുമ്പോൾ ഈ ഫിലിമിലേക്ക് മുട്ടി കാർഡ് അകത്ത് സ്റ്റക്കാവും. പിന്നെ ഈ കാർഡ് പുറത്തെടുക്കണമെങ്കിൽ ബാങ്കിനെ വിളിക്കണം. ആ സമയത്ത് ഇവർ തിരിച്ചു വന്ന് ഫിലിം എടുത്ത് മാറ്റിയെടുക്കാം. അപ്പം ഇങ്ങനെയുള്ള ഈ അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ ശ്രദ്ധ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്ത്, ഇപ്പോൾ ഈ ബാങ്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്, ദേ ആർ സപ്പോസ് ടു ഫിസിക്കലി ചെക്ക്, ഫിസിക്കലി ഈ ഭാഗം ചെക്കാം. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറ അവിടെ എക്സ്ട്രാ ഇരിക്കുന്ന കണ്ടേനെ, ഓരോ ദിവസവും ഒരു ചെക്കിങ് നടന്നിരുന്നെങ്കിൽ കണ്ടേനെ. രണ്ടാമത്തത്, ഇതിനകത്തൊരു കേബിൾ കട്ടിങ് നടന്നിട്ടുണ്ട്. പുറകിലത്തെ കേബിൾ കട്ട് ചെയ്തിട്ട് അവിടെയാണ് ഈ സ്വിച്ചർ വെച്ചിരുന്നത്. ടി പി ലിങ്ക് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു മോഡം വെച്ചപ്പോൾ അതൊരു പ്രതീക്ഷിക്കാത്തൊരു മോഡമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ചെക്കിങ് ഇവർ ചെയ്യണം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ATM എല്ലാം ഫുള്ളി ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പണം കൊണ്ടിടുന്നതും ഔട്ട്സോഴ്സ്ഡ് ആൾക്കാരാണ്. അതിനകത്ത് കണ്ടിട്ടുണ്ട് കള്ളനോട്ട് ഇവന്മാർ കൊണ്ട് വെക്കും. അപ്പോഴും പറ്റുന്ന തന്നെ ഈ ബാങ്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്തതുകൊണ്ട് കള്ളനോട്ട് വെക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നവർക്ക് ശമ്പളം കുറവാണ്. അവരെ വീണ്ടും വേറെ ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പം 7,000-8,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 10,000 രൂപയ്ക്കാണ് 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയായിട്ട് ഈ പിള്ളേർ പോയി 15 ബാങ്ക് 15-16 ATMകളിൽ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിൻ്റെതായിട്ടുള്ള ഒരു ഇൻഹറൻറ്റ് വീക്ക്നെസ് വന്നു, കാരണം അതിനെ മോണിറ്റർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഇടയ്ക്ക് ഒരു ഇൻ്റർവീനിങ് എക്യുപ്മെൻറ്റ് വന്നപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഈ ബാങ്കിന് ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഈ നോർമലായിട്ട് പോകുന്ന ഒരു പ്രോസസ്സിൽ ഇടയ്ക്ക് വെച്ചൊരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായെങ്കിൽ, ഒരു ബ്ലോക്കിംഗ് ഉണ്ടായെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്. രണ്ടാമത് ഫിസിക്കൽ ചെക്കിങ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നോ നമ്മുടെ കസ്റ്റമേഴ്സ് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്താ, കസ്റ്റമേഴ്സ് ആദ്യം ചെയ്യേണ്ടത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ TV-യിൽ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഇതിൻ്റെ ഈ ഡിവൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തൊപ്പി പോലെ ഒരു കുമിള് പോലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്, ഒന്ന് പിടിച്ച് തപ്പി നോക്കി അറിയാൻ പറ്റും ഇത് അനങ്ങുന്ന സാധനമാണ്. അതിൻ്റെ അർത്ഥം കമ്പനി മെയ്ഡ് സാധനത്തിൽ അത് വരത്തില്ല. രണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ക്യാമറ മറ്റത് ഗ്ലാസ്സിനകത്ത് കവർ ചെയ്ത് മുകളിൽ സീലിംഗ് വെച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ക്യാമറയാണോ, അത് തൊട്ട് മുമ്പ് ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഇപ്പം നിങ്ങൾ TV-യിലൊക്കെ കാണുന്ന പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടോ, ഇത് കണ്ടാൽ ക്ലിയർ ആയിട്ട് അറിയാം ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പം പ്രിൻ്റ് അവിടെ വെറുതെ ഇട്ടിട്ട് പോവുക. അപ്പോൾ 4 ഡിജിറ്റ് അതിനകത്തുനിന്ന് കിട്ടും. അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് നമ്മൾ പിന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഒരു ശ്രദ്ധയുടെ ഭാഗമായിട്ട് തന്നെ അതുപോലെ പിൻ നമ്പർ മാറ്റുക. നമ്മളൊരു ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ പിൻ നമ്പർ അങ്ങ് മാറ്റിയാൽ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കുറയും. അതിനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധകൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നുണ്ടാകണം. ബാങ്കുകളും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ പരിപാടി ഇനി അനവധിയായിട്ട് കേരളത്തിലുണ്ടാവും. നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഇത് പഠിച്ചു. ഇത് വളരെ സിമ്പിൾ ടെക്നോളജിയാണ്, ഇതിന് വലിയ എക്സ്പെൻസീവ് ഇല്ല. ആകപ്പാടെ നമ്മുടെ ഈ കേസ് സംഭവിച്ചിരിക്കുന്ന അവരെ ക്യാമറ മറക്കി വെച്ചാണ് പിടിച്ചത്. കാരണം അവർ ഫോറിനേഴ്സാണ്, അവർ പുറത്ത് പോയിട്ടില്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഫിസിക്കലായിട്ടുള്ള കാച്ചിങ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഈ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ വിനോദ് ഭട്ടതിരിപ്പാട്, ലളിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു കവർച്ചയായിരുന്നോ അപ്പോൾ ഇത്? വലിയ ബുദ്ധിയൊന്നും ഇതിന് വേണ്ട. ശ്രീ ടോമി തച്ചങ്കരി ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരു എളുപ്പവിദ്യ കണ്ടെത്തി കഴിഞ്ഞു, പണച്ചെലവുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ പിള്ളേർക്കും ഏത് നിമിഷവും ഇതിലേക്ക് തിരിയാൻ കഴിയുന്ന അത്രയും അനായാസമായിട്ടാണോ ഈ 3 പേർ മാതൃക കാട്ടിയിരിക്കുന്നത്? ഇത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നും. ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്നാമതായിട്ട് കീബോർഡിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡാറ്റ കൊടുത്താലും, അതുപോലെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് അയക്കുന്നതിൻ്റെ ATM നിന്ന് പുറത്ത് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും, ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യും. ഈ എൻക്രിപ്റ്റഡ് ഡാറ്റയാണ് പോണത്. അപ്പോൾ ഈ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇതിനെ പിടിച്ചെടുക്കണം. ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ മിഡിൽമെൻ പ്രോസസ്സ് കൃത്യമായിട്ട് കൊണ്ടുവച്ചാലേ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇതിനെ പിടിച്ചെടുക്കുന്ന ഡാറ്റ ആണെങ്കിൽ മാത്രമേ ഇത് ഇത് ഉപയോഗപ്രദമാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൃത്യമായ സ്ഥലത്ത് ഇത് ബാങ്ക് ഈ മെഷീൻ ഇന്ന സ്ഥലത്താണ് എൻക്രിപ്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഡേറ്റ ആ കൃത്യമായിട്ട് സ്ഥലത്ത് കൊണ്ടുവച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം എടുത്ത് ഇത് ഛത്തീസ്ഗഡിലോ ബോംബെയിലോ ഡൽഹിയിലോ ഉള്ള സ്ഥലത്തേക്ക് ഇതിനെ കൈമാറി അങ്ങനെ നിമിഷങ്ങൾക്കകം പുതിയൊരു കാർഡ് പ്രിന്റ് ചെയ്ത് അത് ATM-ൽ പണം പിൻവലിക്കുക എന്നുള്ളത് ആ ബുദ്ധിയും ആ ഒരു പ്രോസസ്സും അത്ര ഒരു എളുപ്പമായിട്ടുള്ള പ്രോസസ്സല്ല. വളരെ വളരെ ചിന്തിച്ച് നല്ല ബുദ്ധിയുള്ള ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ
ഇവിടുത്തെ ലോക്കൽ എഞ്ചിനീയേഴ്സ് തന്നെ ഇത് ട്രൈ ചെയ്താൽ തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ് കൂടുക, സക്സസ് ആവാനല്ല. അപ്പോൾ ഇതൊരു എളുപ്പമായിട്ടുള്ള വിദ്യ അല്ല അത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജി, ഞാൻ അങ്ങേക്ക് വരാം സാർ. ശ്രീ ജി ഉണ്ണിപ്പിള്ള, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കവർച്ചക്കാർ ഏത് തരത്തിൽ ആണ് അവിടെ വന്ന് താമസിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ ഉള്ളൊരു സാഹചര്യം വന്നത് എപ്പോഴാണ്? ആക്ച്വലി ഇന്ന് രാവിലെ നമ്മൾ ന്യൂസ് ആൾറെഡി നമ്മളിത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പേപ്പറിൽ കൂടിയും ഒക്കെ. അപ്പോൾ ഇന്ന് രാവിലെ ഇത് മാതൃഭൂമി ന്യൂസിലാണ് ആദ്യമായിട്ട് ഇവരുടെ ആ ATM-നകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ. അപ്പോൾ അതിൽ ഒരാളുടെ ഫോട്ടോ കണ്ടപ്പം അത് നമുക്ക് പുള്ളിക്കൊരു ശകലം രൂപസാദൃശ്യം, കാരണം പുള്ളിയുടെ മൂക്കൊക്കെ വലുതായിരുന്നു ഈ ഒരു റൊമാനിയൻ നാഷണലിൻ്റെ. അപ്പോൾ അത് നമുക്ക് എളുപ്പം റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വീണ്ടും ആ ന്യൂസ് കണ്ടപ്പോൾ മറ്റു രണ്ടുപേരെയും കൂടെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഷുവറായി ഇത് ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിരുന്നവരാണ് എന്നുള്ളത്. അപ്പം ഉടൻ തന്നെ നമ്മൾ നമ്മുടെ മാനേജിങ് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു, സാർ ഇതുപോലെ നമ്മുടെ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഈ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഉടൻ തന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുക്കണം, പോലീസിനെ ഉടൻ തന്നെ വിവരം അറിയിക്കണം. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ സഹായിച്ചാൽ ഇവർ നമ്മുടെ ഇന്ത്യ വിട്ടു പോകാനുള്ള നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊക്കുമല്ലോ. അതിൻ്റെ പേര് എളുപ്പം തന്നെ നമ്മൾ അതിൻ്റെ പാസ്പോർട്ട് അവർ തന്നില്ല, അവരുടെ കോപ്പികൾ പാസ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു. അതെല്ലാം ഉടൻ തന്നെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു. CCTV ഉടനെ നമ്മൾ ബാക്കി ഇതെല്ലാം എടുത്തിട്ട് ഉടൻ തന്നെ നമ്മൾ ACക്ക് കമ്മീഷണർ ഓഫ് പോലീസിൽ അറിയിക്കുകയാണ്. വിത്തിൻ ഫ്യൂ മിനിറ്റ് പോലീസ് എത്തിയപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഈ 3 പേരുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ 3 ഹെൽമെറ്റുകൾ നമ്മുടെ അവിടെ വെച്ചിട്ട് പോയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴും ഈ 3 ഹെൽമെറ്റ് വേറൊരു ഹോട്ടലിൽ നിന്നാണ് താമസം മാറി വന്നത്. അപ്പോൾ ഈ 3 ഹോട്ടൽ അന്ന് വന്ന ഒരാൾ, ആദ്യം വന്നത് ഒരാളാണ്. ആ ഒരാളുടെ കയ്യിൽ 3 ഹെൽമെറ്റുകളും ലഗേജുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു